സന്തോഷ് മുഖ്യമന്ത്രി മുഖാമുഖത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രാജ്യം എടുക്കുന്ന പ്രതിരോധ നടപടികളോടൊപ്പം പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ മറ്റു കാര്യങ്ങൾ? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്, കൺട്രോൾ റൂം അടക്കം തുടങ്ങിയ സാഹചര്യമുണ്ട്. സംസ്ഥാനവും ആ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഈ പാക് പ്രകോപനത്തെക്കുറിച്ച്, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ടും? സിജു, കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ജില്ലാതല യോഗത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ, അതിർത്തിയിലെ സാഹചര്യങ്ങളെല്ലാം പരാമർശിച്ചു പോയത്. ഈ നിലവിലെ സാഹചര്യത്തിൽ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷേ പാകിസ്ഥാൻ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, അതോടൊപ്പം തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ വളരെ കൃത്യമായും പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രതിരോധ നടപടികൾക്കൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഏത് രീതിയിൽ നീങ്ങണം എന്നുള്ള കാര്യമെല്ലാം ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് വ്യക്തമാക്കി. കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള തുറന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വാർഷിക പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് രീതിയിൽ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഈ വിവിധ സമൂഹത്തിൻ്റെ തുറകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള ആളുകളുമായിട്ടുള്ള മുഖാമുഖം പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജു.